ഓക്കെ, നവീൻ ഡിവാമിങ്ങിന്റെ കാര്യം പറഞ്ഞില്ല, അതെനിക്ക് ഒന്നും കൂടി ഒന്ന് പറഞ്ഞോളൂ. ഇത് നമ്മൾ നോർമലി പപ്പീസിന് ഒരു പപ്പി ജനിച്ച് 15 ദിവസം കഴിയുമ്പോഴാണ് നോർമലി നമ്മൾ ഡിവാമിങ്ങിന് മെഡിസിൻ കൊടുക്കുന്നത്. ഈ പപ്പി ഒരു 3 to 4 months 3 to 4 മാസം പ്രായം വരെ നമ്മളൊരു 15 ദിവസം ഇടവിട്ട് ഡിവാമിങ്ങിന്റെ മെഡിസിൻസ് കാര്യങ്ങൾ കൊടുക്കണം. ഇപ്പൊ ഇൻ കേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് മെഡിസിൻ ആയിക്കോട്ടെ, ഇപ്പം ഒരുപാട് മെഡിസിൻസ് ഉണ്ട്, ക്യാൻവ, വോറക്സ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇതിൽ ഏത് മെഡിസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അടുത്ത 15 ദിവസം കഴിയും അതായത് റീവാമിംഗ് എന്ന് പറയും, നമ്മൾ അടുത്ത ഡിവാമിങ്ങിന് മെഡിസിൻ കൊടുക്കുമ്പോഴത്തേക്ക് ആ സെയിം കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ ആ സെയിം കമ്പനിയുടെ മരുന്ന് യൂസ് ചെയ്യരുത്, വേറെ മെഡിസിൻ നമ്മൾ യൂസ് ചെയ്യാം. ഇത് മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇതൊരു 2 ml സിറിഞ്ച. ഈ പപ്പി ഇപ്പം നിലവിൽ ഒരു 2 കിലോ ആണ്, 2 കിലോ വെയിറ്റ് ഉണ്ട്. ഇപ്പം മെഡിസിൻസ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻ ക്യാൻവാം എന്ന് പറയുന്നൊരു മെഡിസിൻ ഉണ്ട്, അതേപോലെ തന്നെ വോറക്സ് ഉണ്ട്, പിന്നെ ലുമോസിഡ് എന്ന് പറയുന്നുണ്ട്, സ്കൈവോം ഉണ്ട്, അതായത് നാഡി വിരകൾ അല്ലെങ്കിൽ ഹുക്വാം, ടേപ്പ് വാം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പറയും. ഈ സാധനങ്ങളെല്ലാം മൊത്തത്തിൽ ഇപ്പം സെയിം മെഡിസിൻ തന്നെ, സെയിം കണ്ടന്റ് മെഡിസിൻ തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം മൊത്തത്തിൽ പോകത്തില്ല. അതിനായിട്ടാണ് നമ്മൾ പല ഡിഫറെന്റ് കണ്ടന്റ് വരുന്ന മെഡിസിൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഏത് ഡിവാമിന്റെ മെഡിസിൻ ആണെങ്കിലും നമ്മൾ കൊടുക്കേണ്ടത്, ഇപ്പം ഒരു ഡോഗ്, ഇപ്പൊ പപ്പി ആണെങ്കിലും ഡോഗ് ആണെങ്കിലും ക്യാറ്റ് ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും എന്താണെങ്കിലും 1 ml per kg എന്നാണ്. ഇപ്പൊ സാധനം ഇപ്പൊ ഒരു ഏകദേശം 2 കിലോ ആണ്. ഇപ്പൊ 2 കിലോ 300 ഗ്രാം ആണെന്ന് വെച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു 2.3 1 ml per kg കൊടുക്കുമ്പോൾ നമ്മൾ ഈ 2 കിലോ വരെ ഉള്ളത് ഈ 2 ml സിറിഞ്ചിൽ നമുക്ക് കൊടുക്കാം. 2 ml സിറിഞ്ചിൽ നമ്മൾ മരുന്ന് എടുക്കുക, മരുന്നൊക്കെ എടുക്കുന്ന ലോഡ് ചെയ്യുന്ന അറിയുമല്ലോ, ലോഡ് ചെയ്യുക, എന്നിട്ട് ആരെങ്കിലും കൊണ്ട് പപ്പി പിടിക്കുക, മേടിച്ചു എന്നിട്ട് ഇങ്ങനെ 2 കണ്ടുകൊണ്ട് നമ്മൾ പിടിക്കണം. എന്നിട്ട് ഈ അണ കണ്ടോ, ഈ അണ കണ്ടോ, ഈ അണ ഭാഗം തുള്ളിയായി ടിക്കിച്ചു കൊടുക്കണം. ഡയറക്റ്റ് ഇങ്ങനെയോ ഒന്നും ഇങ്ങനെ കൊടുക്കില്ലേ, കൊടുത്താൽ അതിന്റെ നിറയെ കയറുമല്ലേ, ഇതിങ്ങനെ സൈഡിൽ കൂടെ തുള്ളിയായിട്ട് ടിക്കിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ ഇത് നമ്മൾ പപ്പീസിന് നമ്മൾ എപ്പോഴും ഡിവാമിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ ഡിവാമിങ് മാക്സിമം ചെയ്യാതിരിക്കുക, അത്യാവശ്യം തണുപ്പുള്ള കാലാവസ്ഥയിൽ ചെയ്യുക. ഇല്ലെങ്കിൽ ഈ സ്ട്രെസ് ഓൾറെഡി നമ്മൾ ഡിവാമിങ് ചെയ്യുമ്പോൾ നല്ല സ്ട്രെസ്ഡ് ആകും വരും, അതിന് കൂട്ടത്തിൽ ഇതെല്ലാം കൂടെ ആകുമ്പോഴേക്കും ചിലപ്പോൾ പണി കിട്ടും. അടുത്ത നമ്മുടെ ഡിവാമിങ്ങിന്റെ അപ്ഡേറ്റ്സും അതേപോലെ തന്നെ ബാക്കി പെറ്റ്സിനെ കുറിച്ച് ഉള്ള അറിവുകളും അതേപോലെ പുതിയ വീഡിയോസുമായി നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.